ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചടപടയിൽ നമ്മൾ എങ്ങനെ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കും, അതാണ് ഇന്നത്തെ ഡിഷ്. അതിനായി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ലെമൺ കുറച്ച് കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് അതിൻ്റെ കുരു കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിലേക്ക് 7-8 ഡേറ്റ്സ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൽ കുരു കളഞ്ഞ് അതിൽ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി മാറ്റി വയ്ക്കുക. നാരങ്ങ മുറിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പിടുക, ഒരു ചെറിയ പിടി കല്ലുപ്പിടുക ആദ്യം. പിന്നെ ശേഷം നമുക്ക് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ച ലെമൺ ഇടുക. ഡേറ്റ്സ് ഒരു 4 ഡേറ്റ്സ് തൊലി കളഞ്ഞത്, ചെറുതായിട്ട് നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം കുക്കറിലായതുകൊണ്ട് തന്നെ മിക്സ് ആയിക്കോളും. കാന്താരി മുളക് ഒരു പൊടി, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അതിലേക്ക് കായം ഉലുവ പൊടിച്ചതും കൂടി ചേർക്കുക. വറുത്ത് പൊടിച്ചതൊന്നല്ല ഞാൻ ചേർത്തിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ടേ ഉള്ളൂ. 1/4 ടീസ്പൂൺ ഉലുവയും ഒരു ചെറിയ കഷ്ണം കട്ടക്കായാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. കുറച്ച് ഷുഗറും ഞാനതിൽ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഷുഗർ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ടിരിക്കുന്നു, ഷുഗറാണ് ഇട്ടിരിക്കുന്നത്. അവസാനം നമുക്ക് ഈ കുക്കർ അടച്ചു വയ്ക്കാം. 2 വിസിൽ മാത്രം മതിയാകും. ശേഷം ഒരു ഫ്രൈ പാൻ എടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഒരു 3-4 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അതിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക്, ഉലുവ ആദ്യം എണ്ണയിൽ വറുത്ത് പൊട്ടിക്കുക. ഇതാണ് ആദ്യം നമ്മൾ കടുക് ഇട്ടതിന് ശേഷം ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഉലുവ ചേർക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മിക്സ് ചെയ്തത് ഒന്ന് അതിലേക്ക് ഇടാം. ചെറിയ സിമ്മിലാക്കിയിടുക. ഒത്തിരി സമയമൊന്നും ആവശ്യമില്ല. കുക്കർ തുറന്ന് വെച്ച് അവിടെ ഫ്ലെയിം ഓണാക്കി തന്നെ വയ്ക്കുക, അപ്പുറത്തെ അടുപ്പിൽ. അന്നേരം തന്നെ ഈ ഫ്രൈ പാനിൽ ഇത് റെഡിയാക്കണം. ഒത്തിരി വാടി വരുമൊന്നും വേണ്ട. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കുക. ചതച്ച വറ്റൽമുളക് ഒരു 4 വറ്റൽമുളക് കീറിയതും ഇതിലേക്ക് ചേർക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. ഒത്തിരി ഉപ്പ് കൂടിപ്പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക. നമ്മൾ എത്ര നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് കൂടാം. ഞാനൊരു 8-9 നാരങ്ങയാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അതിന് ഇപ്പോൾ ഹാഫ് എമൗണ്ട് നമുക്ക് ഡേറ്റ്സ് മതി. ഈ ഡേറ്റ്സ് അതിലേക്ക് ചേർക്കുക. ചെറിയ കഷ്ണങ്ങളാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇതിലേക്ക് ചേർക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒത്തിരി മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വറക്കാത്ത ഉലുവ, കട്ടക്കായം ഒരു ചെറിയ കഷ്ണം, 1 സ്പൂൺ ഉലുവ, ഇത് കട്ടക്കായം, ഇതെല്ലാം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതാണ്. ആവശ്യത്തിന് ഷുഗർ, കുറച്ച് ഷുഗറും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നാരങ്ങയ്ക്ക് കയ്പുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഇത് ചേർത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ കുക്കറിൽ കുറച്ച് ആ അച്ചാറിൻ്റെ ഭാഗം നമ്മളിതിലേക്ക് ചേർക്കും. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് കുക്കറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഒത്തിരി വെള്ളമുണ്ടെന്ന്, പക്ഷേ ഒത്തിരി വെള്ളമൊന്നും ആയിട്ടില്ല. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിലും പക്ഷേ ഈ കുക്കറിൻ്റെ ചൂട് കൊണ്ട് ഇത് വറ്റി വരും. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒത്തിരി വെള്ളമൊന്നും ആയിട്ട് നിൽക്കില്ല. അവസാനം ഞാൻ കാണിച്ചു തരാം. ഇത് റെഡിയായി കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിലായിരിക്കും ഇത് അച്ചാറിരിക്കുക. നമുക്ക് പെട്ടെന്നൊരു ബിരിയാണിയുടെ കൂടെയോ ഒരു പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ നമ്മൾ ഒത്തിരി മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യം അതൊന്നുമില്ല. തലേന്നൊന്നും മിക്സ് ചെയ്യേണ്ട.
ഇത് ഇങ്ങനെ ഒരു റെസിപ്പി പെട്ടെന്ന് ചെയ്യാൻ പറ്റണ ഒരു ഇൻസ്റ്റൻറ്റ് പിക്കിളാണത്. കയ്പ്പൊന്നും തീരെ ഇല്ല ഈ അച്ചാറിന്. എൻ്റെ കുക്കറിൽ ഇത്തിരി വിസിലടിച്ചപ്പോൾ ഇതിൽ തെറിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കുക്കർ തുറന്ന് വെച്ച് ഒന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഇങ്ങനെ സിം ഓണാക്കി വയ്ക്കുക. ഇതിന് കുക്കർ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ അച്ചാർ ഇതാ റെഡി. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ ഇത് കറക്റ്റ് പരുവായിട്ടിരിക്കുന്നു. ആ ഡേറ്റ്സിൻ്റെ ആ കൊഴുപ്പൊക്കെ ഇതിൽ മിക്സായിട്ട് നല്ല ഉണ്ടാവും. നല്ല കുറുകുറാന്നിരിക്കുന്ന നമ്മുടെ ഒരു ലെമൺ ഡേറ്റ്സ് പിക്കിൾ. അപ്പോൾ ഞൊടിയിടയിൽ നമുക്ക് റെഡി ആയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ.